ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ സിമ്പിളും എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സും ഡേറ്റ്സും വെച്ചിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് 4 ഈ സൈസിലുള്ള ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈന്തപ്പഴത്തിന്റെ അകത്തെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഈന്തപ്പഴം പല വെറൈറ്റി വാങ്ങാൻ കിട്ടും. ചിലത് ഭയങ്കര ഹാർഡായിരിക്കും, ചിലത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഹാർഡായ ഈന്തപ്പഴമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കുരു കളഞ്ഞെടുത്ത ഈന്തപ്പഴം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെക്കണം. പിന്നെ കുതിർത്തിട്ട് അരക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഇനി സ്മൂത്തിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ്. പ്രമേഹം കുറക്കാനും തടി കുറക്കാനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഫ്ലാക്സീഡിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്ലാക്സീഡ് സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ഓൺലൈനൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഫ്ലാക്സീഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് ബദാമോ മറ്റേതെങ്കിലും നട്ട്സോ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് 1/4 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സൈസിലുള്ള പഴവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം. സ്മൂത്തിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിന് പകരമായിട്ട് നമുക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തണുത്ത പാലും കൂടി ചേർത്ത് മിക്സി മൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. സ്മൂത്തി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. റെഡിയായ സ്മൂത്തി സർവിങ് ഗ്ലാസ്സിലേക്കോ ജാറിലേക്കോ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കോൺഫ്ലേക്സ് കയ്യിൽ വെച്ച് പൊടിച്ചെടുത്തതിന് ശേഷം സ്മൂത്തിയുടെ മുകളിലേക്ക് ഇട്ട് ഞാൻ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്